السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن نبينا محمدًا عبد الله ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ മുഖറബുകളായ ദാസന്മാരായി തീരാൻ പരമാവധി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസിയുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ പൂക്കൾ വാരി വിതറിക്കൊണ്ട് വിശുദ്ധ റമദാൻ ആഗതമാവുകയാണ്. റമദാനിന് വേണ്ടി നാം ഒരുങ്ങേണ്ടതുണ്ട്. ഒരുക്കങ്ങളിൽ ഏറ്റവും പ്രധാനമായത് റമദാൻ നമുക്കനുഗ്രഹിച്ചു നൽകിയ സർവശക്തനായ അള്ളാഹുവുമായുള്ള ബന്ധത്തിൻ്റെ നന്മയാണ്. അള്ളാഹുവുമായുള്ള ബന്ധം നന്നാക്കിയെടുക്കുകയാണ് ആദ്യമായി ആവശ്യം. കാരണം നമ്മുടെ നോമ്പും റമദാനിൽ നാം ചെയ്യുന്ന കർമ്മങ്ങളും സ്വീകരിക്കേണ്ടത് അള്ളാഹുവാണ്. അള്ളാഹുവുമായുള്ള ബന്ധം മോശമായാൽ അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. അപ്പോൾ നാം ബന്ധം നന്നാക്കണം. കഴിഞ്ഞ റമദാനിനെ നാം യാത്രയച്ചപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന പല വൈകാരിക അനുഭവങ്ങൾക്കും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നാം ഒരുപാട് മാറിയിട്ടുണ്ട്. അന്ന് ആ റമദാനിനെ യാത്ര അയക്കുമ്പോൾ, അവസാനത്തെ വെള്ളിയാഴ്ച നാം പിരിഞ്ഞു പോകുമ്പോൾ, ഈ റമദാനിന് ശേഷം എൻ്റെ മരണം സംഭവിച്ചാൽ തീർച്ചയായും ഞാൻ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുമെന്ന ദൃഢവിശ്വാസം, കരുത്ത് നമുക്കുണ്ടായിരുന്നു. ഇന്ന് കാര്യം മാറിയിരിക്കുന്നു. കാലങ്ങളുടെ, ദിവസങ്ങളുടെ, മാസങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് നാമും മാറി. നാം ഇത് ഉൾക്കൊള്ളണം. നോക്കൂ, നിങ്ങൾ അള്ളാഹു നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളെ നാം മിസ്യൂസ് ചെയ്തു. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകി. ആ അനുഗ്രഹങ്ങൾ മുഴുവൻ അള്ളാഹുവിനെതിരായി നാം ഉപയോഗപ്പെടുത്തി. എങ്ങനെ നാം അള്ളാഹുവിനോട് അമലുകൾ സ്വീകരിക്കാൻ ആവശ്യപ്പെടും? എങ്ങനെ നാം അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയി നിൽക്കും? എങ്ങനെ നാം അള്ളാഹുവിൻ്റെ മുഖത്തേക്ക് നോക്കും? ലജ്ജിക്കേണ്ടവരല്ലേ നാം? നോക്കൂ, അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് സമ്പത്ത്, പണം. കീശയിൽ പണമുണ്ടായപ്പോൾ, സമ്പത്തുണ്ടായപ്പോൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അള്ളാഹു നൽകിയ പണമെന്ന അനുഗ്രഹത്തെ തെറ്റ് ചെയ്യാൻ വേണ്ടി, തിന്മകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നാം കാരണമാക്കി. നോക്കൂ, അള്ളാഹു നമുക്ക് നടന്നു പോകാൻ കാല് നൽകി. കാലില്ലാത്ത ഒരുപാട് ആളുകളെ നാം കാണാറുണ്ട്. അവരൊന്നും കാലുകൊണ്ട് തിന്മ ചെയ്യുന്നവരല്ല, തെറ്റ് ചെയ്യുന്നവരല്ല. നടക്കാനുള്ള കാല് എന്ന അനുഗ്രഹം അള്ളാഹു നൽകിയതുകൊണ്ട് കാലുകൊണ്ട് നാം തെറ്റ് ചെയ്തു. അള്ളാഹു നമുക്ക് കണ്ണു നൽകി. വല്ലാത്ത അനുഗ്രഹമാണ് കണ്ണ്, കാഴ്ച.
എന്തൊക്കെ കാണാം നമുക്ക്? ആലോചിച്ചു നോക്കൂ. കാഴ്ചയില്ലാത്ത മനുഷ്യന്മാരെ നാം കാണുന്നു. നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ കണ്ണുകൊണ്ടുള്ള തെറ്റുകൾ അവർ ചെയ്യുന്നില്ല. അള്ളാഹു നൽകിയ കണ്ണ് എന്ന അനുഗ്രഹത്തെ, കാഴ്ച എന്ന അനുഗ്രഹത്തെ തെറ്റ് ചെയ്യാനുള്ള കാരണമാക്കി നാം മാറ്റി. അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് കേൾവി ശക്തി. ആലോചിച്ചു നോക്കൂ. കേൾവി ശക്തി എന്ന അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തെ അള്ളാഹുവിന് തിന്മ ചെയ്യാൻ, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ചെയ്യാൻ, കേൾക്കാൻ നാം ഉപയോഗപ്പെടുത്തി. ഇങ്ങനെ അങ്ങ് ചിന്തിച്ചു നോക്കൂ. എല്ലാ അനുഗ്രഹങ്ങളും ഒരു ദരിദ്രന്റെ അവസ്ഥയല്ല നമുക്കുള്ളത്, ഒരു കുരുടന്റെ അവസ്ഥയല്ല നമുക്കുള്ളത്, ഒരു ചെവി കേൾക്കാത്തവന്റെ അവസ്ഥയല്ല നമുക്കുള്ളത്, നടക്കാൻ വയ്യാതെ രണ്ടു കാലും മുറിഞ്ഞു നടക്കുന്ന ഒരുത്തന്റെ അവസ്ഥയല്ല നമുക്കുള്ളത്. ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് അള്ളാഹു നൽകിയിട്ട് ആ അനുഗ്രഹങ്ങൾ മുഴുവൻ അള്ളാഹുവിനെ ധിക്കരിക്കാൻ നാം ഉപയോഗപ്പെടുത്തിയില്ലേ? എങ്ങനെ നാം അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കും? നമ്മൾ ആലോചിക്കട്ടെ. ലജ്ജയില്ലേ നമുക്ക്? മോശമല്ലേ കൂട്ടരെ ഇത്? ഈ പടച്ച റബ്ബ് നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങളും ആവോളം ആസ്വദിച്ച് ആ അനുഗ്രഹങ്ങൾ മുഴുവൻ അള്ളാഹുവിനെതിരിൽ ആലോചിച്ചു നോക്കൂ നാം ഉപയോഗപ്പെടുത്തി. നമ്മളെങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കും? പക്ഷേ അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്. അള്ളാഹു പറയുന്നത് അലാ ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം. ഇത്രമാത്രം ലജ്ജയോടുകൂടി നിൽക്കുന്ന മനുഷ്യരെ അറിഞ്ഞുകൊള്ളുക, തീർച്ചയായും അള്ളാഹു പൊറുക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. അല്ലേ? ആലോചിച്ച് നോക്കൂ. റബ്ബിന്റെ സ്നേഹത്തിന്റെ ശക്തി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. റബ്ബ് നമ്മളെ വിളിച്ചു പറയുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലയോ, ഇത്തരത്തിൽ ഉപയോഗിക്കേണ്ട അനുഗ്രഹങ്ങൾ മുഴുവൻ അല്ലാഹുവിനെ ധിക്കരിക്കാൻ വേണ്ടി ഉപയോഗിച്ച് തങ്ങളോട് തന്നെ സ്വയം അക്രമം പ്രവർത്തിച്ചിട്ടുള്ള ബുദ്ധിഹീനരായ മനുഷ്യരെ അറിയുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിന്റെ വിശാലത നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അള്ളാഹുവിന്റെ കരുണയിൽ നിന്ന് നിരാശരായി പോകരുത് കേട്ടോ. പടച്ച റബ്ബിന്റെ മാന്യത നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഖുദ്സിയായ ഹദീസിൽ റബ്ബ് പഠിപ്പിക്കുന്നു, യാ ഇബാദി ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ വഅന അഗ്ഫിറു ദുനൂബ ജമീഅൻ ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും. എന്റെ പ്രിയപ്പെട്ട അടിമകളെ, നിങ്ങൾ രാപ്പകലിടമില്ലാതെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാ ഞാൻ തെറ്റുകൾ പൊറുക്കും. എന്നോട് പൊറുക്കാൻ വേണ്ടി അപേക്ഷിക്കൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. സുബ്ഹാനല്ലാഹ്. ആ നാഥന്റെ വിശാലത നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആ നാഥനെ കുറിച്ച് പറയുന്നു, വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദി വയഅഫു അനിസ് സയ്യിആത്ത് വയഅലമു മാ തഫ്അലൂൻ. അവനാരാണ്? അവൻ തൗബ സ്വീകരിക്കുന്നവനാണ്. ചെയ്തുപോയ തിന്മകൾ തന്റെ അടിമകളിൽ നിന്ന് വിട്ടുകൊടുക്കുന്നവനാണ്. അടിമകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവൻ അറിയുന്നവനാണ്. ആരാണ് ആ നാഥൻ? വമൻ യഅമൽ സൂഅൻ ഔ യളിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിറുല്ലാഹ് യജിദുല്ലാഹ ഗഫൂറർ റഹീമാ. ഒരു മനുഷ്യൻ അവൻ അക്രമം പ്രവർത്തിച്ചു, തെറ്റ് ചെയ്തു, എന്നിട്ട് അള്ളാഹുവിനോട് മാപ്പപേക്ഷിച്ചു. എന്നാൽ റബ്ബിനെ, അള്ളാഹുവിനെ പൊറുക്കുന്നവനായി, കരുണ ചെയ്യുന്നവനായി നിങ്ങൾക്ക് കാണാം. നോക്കൂ നിങ്ങൾ, ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്തിൽ അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. ആരുണ്ട് തിന്മകൾ പൊറുക്കാൻ, പാപങ്ങൾ പൊറുക്കാൻ? അല്ലാഹുവല്ലാതെ ആരുണ്ട്? എന്തൊരു വിശാലമാണ് റബ്ബിന്റെ ചോദ്യം. തീർന്നോ? എത്ര സ്ഥലത്താ പറഞ്ഞാൽ തീരാത്ത അത്രയും. വസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി ഇന്ന റബ്ബി റഹീമുൻ വദൂദ്. അല്ലാഹ്, വസ്തഗ്ഫിറൂ റബ്ബക്കും, ഇസ്തിഗ്ഫാർ നടത്തൂ. സുമ്മ തൂബൂ ഇലൈഹി, പിന്നീട് തൗബ ചെയ്യൂ. എന്നിട്ടോ ഇന്ന റബ്ബി റഹീമുൻ, തീർച്ചയായും എന്റെ റബ്ബ് റഹീമാണ് കേട്ടോ, കരുണ ചെയ്യുന്നവരാണ് കേട്ടോ. വദൂദ്, ഓ സ്നേഹം, അങ്ങേയറ്റം സ്നേഹം ജ്വലിച്ചു നിൽക്കുന്നവനാണ് എന്റെ റബ്ബ്. സ്നേഹം ജ്വലിച്ചു നിൽക്കുന്നവനാണ് എന്റെ റബ്ബ്. ആലോചിച്ച് നോക്കൂ അതിന്റെ ശക്തി. വല്ലാത്ത അവസ്ഥയല്ലേ? റബ്ബ് സ്നേഹം ഉറ്റി നിൽക്കുന്നവനാണ്. ആ സ്നേഹം കൊണ്ടാണ് റബ്ബ് നമുക്ക് പുറത്തു തരാമെന്ന് പറയുന്നത്.
وإني لغفار لمن تاب وآمن وعمل صالحا ثم اهتدى وإني لغفار ഞാൻ ധാരാളമായി പുറത്തു കൊടുക്കും, തീർച്ചയായും ധാരാളമായി പുറത്തു കൊടുക്കും. ലിമൻ താബ, തൗബ ചെയ്യുന്നവന്. സഹോദര, അറിയണ്ടേ നാം ഈ വിഷയം? നമുക്ക് അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കണ്ടേ? നാം മോശക്കാരല്ലേ? നോക്കൂ നിങ്ങൾ, ജുഹൈന ഗോത്രത്തിലെ ഒരു സ്ത്രീ തിരുമേനിയുടെ സന്നിധിയിൽ വന്നു, വ്യഭിചരിച്ച സ്ത്രീ. കഥ നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്, വിശദീകരിക്കേണ്ടതില്ല. അവസാനം ആ സ്ത്രീയെ എറിഞ്ഞു കൊല്ലുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ വ്യഭിചരിച്ച, ഹദ്ദ് നടപ്പാക്കിയ, ശിക്ഷ നടപ്പാക്കപ്പെട്ട സ്ത്രീക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിക്കുന്നു. വല്ലാത്ത അനുഭവമല്ലേ? ആ സമയത്ത് ബഹുമാന്യനായ ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, തുസല്ലി അലൈഹാ യാ റസൂലല്ലാഹ് വഖദ് സനത്. അല്ലാഹുവിന്റെ റസൂലേ, ഈ പെണ്ണിന് നിങ്ങൾ നിസ്കരിക്കുക? വ്യഭിചരിച്ച സ്ത്രീക്ക്, വ്യഭിചരിച്ച പെണ്ണിന് നിങ്ങൾ നിസ്കരിക്കുകയാണോ? അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ചാ പിന്നെ കഴിഞ്ഞില്ലേ? ഒക്കെ പുറത്തു കിട്ടൂലേ? അല്ലേ? എന്നിട്ട് നമസ്കരിക്കുകയാണോ? ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ മറുപടി പറഞ്ഞു, വല്ലാത്ത മറുപടി. വിശ്വാസികളെ, തെറ്റുകളെ കൊണ്ട് ജീവിതം മുഴുവൻ സങ്കീർണമായ പ്രശ്നങ്ങളെ കൊണ്ടും തെറ്റുകളെ കൊണ്ടും മുഖരിതമായ വിശ്വാസികളെ, നമുക്ക് സന്തോഷമുള്ള ഒരു വർത്തമാനം നബി തിരുമേനി പറഞ്ഞു. അതെ, ലഖദ് താബത് തൗബതൻ ലൗ ഖുസ്മത് ബൈന 70 മിൻ അഹ്ലിൽ മദീന ലവസിഅതുഹും. അറിയാമോ ഉമറേ, അവരൊരു തൗബ ചെയ്തിട്ടുണ്ട്, അവരല്ലാഹുവിനോട് പശ്ചാത്തപിച്ചിട്ടുണ്ട്. ആ പശ്ചാത്താപമെങ്ങാനും നിങ്ങൾ മദീനയിലുള്ള സഹാബികളായ നിങ്ങളുടെ 70 ആളുകളുടെ ഇടയിൽ വിഭജിച്ചാൽ അത് ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണ്. സഹാബികൾ ഒരു സ്ത്രീയുടെ വ്യഭിചരിച്ച, തെറ്റു ചെയ്ത, കുറ്റം ചെയ്ത, പക്ഷേ കുറ്റപ്പെടുത്തുന്ന, പശ്ചാത്തപിക്കുന്ന മനസ്സുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ഒന്ന് ശുദ്ധിയാക്കി തരണമെന്ന് പറഞ്ഞു പറഞ്ഞ ഒരു സ്ത്രീയുടെ മനസ്സ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയണ്ടേ? ആ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല യഖ്ബലു തൗബതൽ അബ്ദി മാ ലം യുഗർഗിർ. തീർച്ചയായും അല്ലാഹു അടിമയുടെ പശ്ചാത്താപം സ്വീകരിക്കും. മാ ലം യുഗർഗിർ. ഗർഗർ ശബ്ദം എന്താണ്? ആ ശബ്ദം മരണമാസന്നമായ ആളുടെ അടുത്ത് പോയി നിന്ന് നോക്കൂ, ഒരൊച്ച കേൾക്കാം. ആ സമയത്ത് അവസാനത്തെ ഒരു തുള്ളി വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ ആ വെള്ളം താഴേക്കിറങ്ങാതെ എന്ന് പറഞ്ഞ ശബ്ദമായി അവിടെ നിൽക്കും. അതാണെന്ത്? മാലം യുഗർ. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ വിശാലത ആലോചിച്ച് നോക്കൂ. വിശാലത, എത്ര വലിയവൻ പടച്ച റബ്ബ്, എത്ര വലിയവൻ. ഇന്നമത് തൗബതു അലല്ലാഹ് ലില്ലദീന യഅമലൂന അസ്സൂഅ ബിജഹാലഹ ثم يتوبون من قريب. തീർച്ചയായും അല്ലാഹു തൗബ സ്വീകരിക്കുന്നവരുടെ അടയാളം യഅമലൂന അസ്സൂഅ ബിജഹാല, വിവരമില്ലാതെ തെറ്റുകൾ ചെയ്യും. ثم يتوبون من قريب, പിന്നെ ഉടനെ അവർ തൗബ ചെയ്യും. ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം, അല്ലാഹു അവരുടെ തൗബ സ്വീകരിക്കുക തന്നെ ചെയ്യും. തെറ്റ് ചെയ്യും. എങ്ങനെ തെറ്റ് ചെയ്യും? അറിവില്ലാതെ തെറ്റ് ചെയ്യും. നമ്മൾ അറിവില്ലാത്തതുകൊണ്ടാണോ ചെയ്യുന്നത്? ആലോചിക്കേണ്ട കാര്യമാണ്. ആണ്, തീർച്ചയായുമാണ്. എന്തിനെ കുറിച്ചുള്ള അറിവ്? അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ച്, അള്ളാഹുവിന്റെ മുറാഖബത്തിനെ കുറിച്ച്, അള്ളാഹു നമ്മളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച്, അള്ളാഹു നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച്, അള്ളാഹു നമ്മളെ ശിക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള വിവരം നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിയിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂല? തെറ്റ് ചെയ്യൂല. ചെയ്യോ? ഇല്ലല്ലോ. 70 സ്പീഡ് എഴുതി വെച്ച ഒരു റോട്ടിൽ അവിടെ ക്യാമറ ഉണ്ട്, നമുക്ക് ഉറപ്പാ. പോകോ? 80 പോകോ? പോകൂല. എന്തേ? ഉറപ്പാണ് ക്യാമറ ഉണ്ട്. വിഷയം എന്താ? അവിടെ ജീവിതമാകുന്ന ഈ നടുറോട്ടിൽ പടച്ച റബ്ബ് ക്യാമറ വെച്ചിട്ടുണ്ട് എന്ന വിവരം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതാണ് ഏറ്റവും വലിയ വിവരക്കേട്. അതാണ് യഅമലൂന അസ്സൂഅ ബിജഹാല. രണ്ടാമത്തെ കാര്യം ചിന്തിച്ചു നോക്കൂ. വിഷം പുരണ്ട ഭക്ഷണം. നമുക്ക് വിശക്കുന്നു,
വിഷം പുരണ്ട ഭക്ഷണം മുമ്പിലുണ്ട്, കഴിക്കുവോ? ആരെങ്കിലും കഴിക്കുവോ? ആരെങ്കിലും വിചാരിക്കോ ഇപ്പൊ വിശക്കുണ്ട്, ഈ വിഷം പുരണ്ടത് കഴിക്കുക, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മരുന്ന് കുടിക്കാന്ന് വിചാരിക്കോ ആരെങ്കിലും? ഇല്ലല്ലോ. നമ്മളെ അവസ്ഥ എന്താ? ആലോചിച്ചു നോക്കൂ. നമ്മളെ അവസ്ഥ അറിയാം നമുക്ക് തെറ്റാണെന്ന്. നമ്മൾ എന്താ പറയാ? സാരല്ല, അള്ള പൊറുക്കും, ഇപ്പൊ അങ്ങോട്ട് ചെയ്യാം, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഇസ്തിഗ്ഫാർ. ഏതുപോലെ? വിശന്നപ്പോ വിഷം പുരണ്ട ഭക്ഷണം കഴിച്ച് കുറച്ച് മരുന്ന് കുടിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് വിചാരിച്ചപ്പോനെ പോലെയല്ലേ അത്? അതാണ് യഅമലൂന സുഅ ബിഇ ജഹാല. ജഹാലത്താർക്ക? എന്താണ് ജഹില്? എന്താണ് ഇൽമ്? അള്ളാഹിനെ കുറിച്ച് അറിയാതിരുന്നാൽ അവൻ വലിയ ജാഹില. അള്ളാഹുവിനെ കുറിച്ച് അറിയുകയാണ് ഏറ്റവും വലിയ ഇൽമ്. നിങ്ങളോട് ചോദിക്കുന്നിട്ട് അള്ളാഹ് പറഞ്ഞത് സുമ്മ യതൂബൂന മിൻ ഖരീബ്. മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു എന്താ ഖരീബ്. ഉടനെ തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഖബ്ലൽ മർദി വൽ മൗത്ത്. രോഗത്തിന് മുമ്പ്, മരണത്തിന് മുമ്പ്. അപ്പം മനുഷ്യൻ എപ്പോഴാ തൗബ ചെയ്യേണ്ടത്? ആരോഗ്യമുള്ള സമയത്ത്. ആരോഗ്യമുള്ള സമയത്ത് മനുഷ്യൻ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം, കിടന്നിട്ടല്ല. മനസ്സിലായി? നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ആരോഗ്യമുള്ള സമയത്ത് ചെയ്യുന്ന തൗബ ആരോഗ്യമുള്ള സമയത്ത് ചെയ്യുന്ന സദഖ പോലെയാണെന്നാ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. നല്ല ആരോഗ്യമുള്ള സമയത്ത് തൗബ ചെയ്യുക. തെറ്റൊക്കെ ചെയ്യാൻ ചാൻസ് കിട്ടുന്ന സന്ദർഭത്തിൽ, അവസരത്തിൽ, ഇവിടെയൊക്കെ ജീവിക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അപ്പൊ തൗബ ചെയ്യുക. അതേതുപോലെയാണ്? നല്ല സമ്പത്തുള്ള സമയത്ത്, സൗകര്യമുള്ള സമയത്ത്, ആരോഗ്യമൊക്കെയുള്ള സമയത്തുള്ള സദഖ. മറ്റതോ വെപ്രാളത്തിൽ പെടുന്ന സമയത്ത് തൗബ ചെയ്യുന്നതോ മരിക്കാൻ നേരത്ത് സദഖ ചെയ്യണ മാതിരിയാ. ഇനി കിട്ടൂലെന്ന് തോന്നുമ്പോൾ എന്താക്കുക? ഇനിയിപ്പോൾ ദുനിയാവിൽ വല്ലാതെ കിട്ടൂല എന്ന് തോന്നുമ്പോൾ നമ്മളത് ശരിക്കും മനസ്സിലാക്കണം. പണ്ഡിതനോ പറയിപ്പിച്ച ഒരു ഉദാഹരണം, നല്ല ആരോഗ്യമുള്ള സമയത്ത് തൗബ ചെയ്യുന്നവൻ തൻ്റെ വാഹനപ്പുറത്ത്, ഒട്ടകപ്പുറത്ത് സവാരി ചെയ്യുന്ന ശക്തിയുള്ള, കഴിവുള്ള നല്ല ഒരു യോദ്ധാവിനെ പോലെയാണ്. അവന് ചാടാം, വെട്ടാം, ഒഴിയാം, മാറാം, നല്ല ശക്തിയുണ്ട്, കരുത്തുണ്ട്, എല്ലാം ഉണ്ട്. ആ സമയത്ത് അവൻ രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് കീഴടങ്ങി പറയുന്നു, രാജാവേ, എനിക്ക് തെറ്റുപറ്റി. അവനെ രാജാവ് എന്ത് ചെയ്യും? ബഹുമാനിക്കും. കാരണം എന്താ? അവൻ സമർത്ഥനാണ്, കഴിവുണ്ട്, ക്ഷീണിച്ചിട്ടല്ല, പ്രയാസപ്പെട്ടിട്ടില്ല, തോറ്റിട്ടല്ല കീഴടങ്ങിയത്. നമ്മളവസ്ഥ എന്താ? മലിക്കുൽ ജബ്ബാറായ രാജാവിൻ്റെ മുമ്പിൽ രാജാവ് നമ്മളെ പിടിച്ചു കെട്ടും. കയ്യും കാലും ഒക്കെ പിടിച്ചു കെട്ടി, വായെന്ന് പുറത്തേക്ക് വരുന്നില്ല, സംസാരിക്കാൻ കഴിയില്ല, കൈ ഇങ്ങനെ വറക്കുക, കാലിട്ടടിക്കുക, പലതരം രോഗങ്ങൾ, പറഞ്ഞാൽ മനസ്സിലാകണില്ല, കേൾക്കണില്ല, ഒരു കഴിവില്ല നമുക്ക്. അപ്പൊ നമ്മൾ പറയും അസ്തഗ്ഫിറുല്ലാഹ്. വല്ല കാര്യമുണ്ടോ? ആലോചിക്കേണ്ട കാര്യമാണ്, ആലോചിക്കേണ്ട കാര്യമാണ്. അള്ളാന്റെ വാക്ക് കേട്ടോ, വലൈസത്തിത് തൗബതു ലില്ലദീന യഅമലൂന അസ്സയ്യിആത് ഹത്താ ഇദാ ഹദറ അഹദുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുൽ ആൻ വലല്ലദീന യമൂതൂന വഹും കുഫാർ. തൗബയില്ല അല്ലദീന യഅമലൂന ലില്ലദീന യഅമലൂന അസ്സയ്യിആത്, തെറ്റ് ചെയ്യുന്നവർക്ക്. എന്നിട്ട് ഹത്താ ഇദാ ഹദറ അഹദുഹുൽ മൗത്ത്, മരണമാസന്നമായാൽ അവര് പറയും ഇന്നി തുബ്തുൽ ആൻ, പടച്ചോനെ ഞാനിതാ തൗബ ചെയ്തിരിക്കുന്നു, പശ്ചാത്തപിച്ചിരിക്കുന്നു. ഇനി കേൾക്കണോ അത്ഭുതം? ഇങ്ങനെ മരണവെപ്രാളത്തിൽ പശ്ചാത്തപിക്കുന്ന മനുഷ്യനെയും, അടുത്ത വാചകം കേട്ടോ, വലല്ലദീന യമൂതൂന വഹും കുഫാർ, കുഫാറുകളായി മരിക്കുന്നവർക്കും തൗബയില്ല. രണ്ടും എന്താണ്? തുല്യം. ഏത് രണ്ടും? മുസ്ലിമായി ജീവിച്ചു, തൗബ ചെയ്യാൻ ആരോഗ്യമുള്ള സമയത്ത് അവസരം ഒരുപാട് നൽകി, ഒരുപാട് റമളാനുകൾ, ഒരുപാട് ക്ലാസുകൾ, ഒരുപാട് ഉത്ബോധനങ്ങൾ, ഒരുപാട് അവസരങ്ങൾ. പക്ഷേ തിരിഞ്ഞു നോക്കിയില്ല. അപ്രകാരം തിരിഞ്ഞു നോക്കാതെ എല്ലാം അവസാനിച്ച് മരണശയ്യയിൽ കിടക്കുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നവനും കാഫിറും എന്താണ്? തുല്യനാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. തുല്യനാണ്. വലല്ലദീന യമൂതൂന വഹും കുഫാർ. വല്ലാത്തൊരവസ്ഥയാണിത്, വല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, മാലം യുഗർഗിർ, അതിൻ്റെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം?
തൗബ ചെയ്യണം. അവസരമാണ്. അള്ളാഹു റമദാനിൽ വല്ലതും സ്വീകരിക്കണമെങ്കിൽ നമ്മളിപ്പോൾ തുടങ്ങണം, പശ്ചാത്തപിച്ചുകൊണ്ട് തുടങ്ങണം. സഹോദരന്മാരെ, മനുഷ്യന്മാർ പലവിധമാണ്. അതിലൊരു ഇനം, ഒരു ഇനം ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ നഷ്ടപ്പെടാത്തവർ. ദുനിയാവിലാണ് മുഴുവൻ പ്രതീക്ഷയും അവർക്ക്. ദുനിയാവിൽ നിന്നോ അതിൻ്റെ സുഖങ്ങളിൽ നിന്നോ അതിൻ്റെ ഇച്ഛകളിൽ നിന്നോ ആ ദുനിയാവിൽ ചെയ്തു കൂട്ടുന്ന തെറ്റുകളിൽ നിന്ന് കിട്ടുന്ന സൗകര്യങ്ങളിൽ നിന്നോ സുഖങ്ങളിൽ നിന്നോ മാറാൻ ഒരിക്കലും സന്നദ്ധമല്ലാത്തവൻ. പിശാച് അവനങ്ങനെ പ്രേരിപ്പിക്കും. എന്താലേ, എന്ത് രസണ്ട ഫിലിമല്ലേ, എന്ത് രസണ്ട് അവിടെ ചെന്ന് ഇരുന്നിട്ടില്ലേ, ആ മോളിലൂടെ കറങ്ങിയിട്ട് എന്തൊരു രസമാണല്ലേ, സുഖമാണല്ലേ, ആസ്വാദനം. ഈ പിശാച് ഇങ്ങനെ ആസ്വദിപ്പിക്കും അവനെ. ആസ്വദിപ്പിച്ച് മരണമെത്തുന്നത് വരെ പിശാചിവനെ വല്ലാതെ അവനെ പറഞ്ഞുകൊണ്ടിരിക്കും, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. മരണം വന്നാലോ അവിടെയാണ് അവൻ ദുർബലനാകുന്നത്. അവിടെ വെച്ചവൻ പറഞ്ഞു പോകും. വല്ലാത്ത അവസ്ഥ. ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്. റബ്ബേ, ഒന്ന് മടക്കിക്കൊണ്ടാ, ബാക്കിയുള്ള സമയം നീ എന്നെ മടക്കി വിട്ടാൽ ബാക്കിയുള്ള സമയം ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാം. അത്തരക്കാരോട് അല്ലാഹുവിന്റെ കൽപ്പന, വഅനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ് സുമ്മ ലാ തുൻസറൂൻ. വഅനീബൂ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുക. വഅസ്ലിമൂ ലഹു, സമ്പൂർണമായി അവന് കീഴൊതുങ്ങുക. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്, അദാബ് നിങ്ങളെ സമീപിക്കുന്നതിന് മുമ്പ്, നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് ആ അദാബ് വന്നാൽ സുമ്മ ലാ തുൻസറൂൻ, പിന്നീട് നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല. അതുകൊണ്ട് വത്തബിഊ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഗ്തതൻ വഅൻതും ലാ തശ്ഉറൂൻ. അല്ലാഹു അവതരിപ്പിച്ച നല്ലതിനെ, ഈ പരിശുദ്ധ ഖുർആനിനെ നിങ്ങൾ പിൻപറ്റിക്കൊള്ളുക. ശിക്ഷപ്പെടുന്നതിനെ നിങ്ങൾ അറിയാത്ത രൂപത്തിൽ നിങ്ങളെ വന്ന് പിടികൂടുന്നതിന് മുമ്പ്. അൻ തഖൂല നഫ്സുൻ യാ ഹസ്രതാ അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ്. ഓരോ മനുഷ്യനും പറയുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുക. എന്താണ് മനുഷ്യൻ പറയുക? യാ ഹസ്രതാ അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ്. അല്ലാഹുവിന് ചെയ്തു കൊടുക്കേണ്ട വിഷയത്തിൽ എനിക്കൊരുപാട് വീഴ്ചകൾ പറ്റി, ദുഃഖമേ, സങ്കടമേ എന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്ന ഒരവസ്ഥ വരാനിരിക്കുന്നു കേട്ടോ. അതിനു മുമ്പ് നാം മാറണം. ആരോഗ്യമുള്ള, രക്തം തിളക്കുന്ന സമയത്ത് നമുക്ക് മാറാൻ സാധിക്കണം. പക്ഷേ ഈ രൂപത്തിൽ ആരോഗ്യമുള്ള സമയത്ത് മാറാതെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന സമയത്ത് ഇപ്രകാരം പ്രതികരിക്കുന്ന, വിലപിക്കുന്ന, കരയുന്ന ഒരു വിഭാഗം. എത്രയെത്ര സംഭവങ്ങളാണെന്നറിയോ സലഫുസാലിഹ്യങ്ങളുടെ ഗ്രന്ഥത്തിൽ. ഇത്തരത്തിലുള്ള ആൾക്കാരുടെ മരണത്തിൻ്റെ സമയത്ത് അവർ പറഞ്ഞുപോയ വാചകങ്ങൾ ഒക്കെ സമാനമാണ്. പെറ്റിപ്പോയല്ലോ, അബദ്ധമായല്ലോ, രക്ഷയില്ലല്ലോ, കുടുങ്ങിപ്പോയല്ലോ. മരിക്കുമ്പോൾ കണ്ണുക്ക് നോക്കിയാൽ ഇങ്ങനെ മനസ്സിലാവും. ചോദിച്ചു പോകും, എവിടെ പോയി എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ സുഹൃത്ത്, എൻ്റെ തോഴൻ, എന്നെ പ്രേരിപ്പിച്ചവൻ. രണ്ടാമത്തെ വിഭാഗം ജീവിതത്തിൽ അശ്രദ്ധമായി ഒരുപാട് ജീവിച്ചു. പക്ഷേ അള്ളാഹു അനുഗ്രഹം ചെയ്തു. കാരണം അവൻ്റെ മനസ്സ് ശുദ്ധിയുള്ളതായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് അമലുസ്സാലിഹത്ത് ചെയ്യാൻ അള്ളാഹു അവൻ അനുഗ്രഹം നൽകി. അങ്ങനെ ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. തെറ്റുകൾ വരും, അശ്രദ്ധമായി തെറ്റുകൾ വരും. പക്ഷേ ആ തെറ്റുകളുടെ രൂപത്തിൽ അവൻ മരിച്ചു പോകുന്നില്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇദാ അറാദല്ലാഹു ബി അബ്ദിൻ ഖൈറൻ അസ്സലഹു. അള്ളാഹു ഒരടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവനെ തേനുള്ളവനാക്കും. അസൽ. ഖാലൂ വമാ അസ്സലഹു, എങ്ങനെയാണ് അള്ളാഹു തേനുള്ളവനാക്കുക? സഹാബികൾ ചോദിച്ചു. റസൂലുള്ളാഹി മറുപടി പറഞ്ഞു, യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ സുമ്മ യഖ്ബിദുഹു അലൈഹി.
അവൻ അള്ളാഹു ഒരു സൽക്കർമ്മം ചെയ്യാനുള്ള അവസരം കൊടുക്കും. എന്നിട്ട് ആ സൽക്കർമ്മത്തിൽ അവൻ എന്ത് ചെയ്യും? പിടിക്കും അള്ളാഹു. അങ്ങനെ റൂഹ് പിടിക്കും. അള്ളാഹു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന വമൻ സാമ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹ് ഖുതിമ ലഹു ബിഹി ദഖലൽ ജന്ന വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. അള്ളാഹു അവസരം കൊടുക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് അതിന്മേൽ ജീവിതം അവസാനിക്കപ്പെടുന്ന ഒരു വിഭാഗം അവര് നേരെ സ്വർഗത്തിലേക്കാ. അവസാനത്തെ വാക്ക് എന്തായി കിട്ടണം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രയാസ, ഭയങ്കര ബുദ്ധിമുട്ടാ. എവിടെയെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ചെറിയ ഒരു മായം വന്നാൽ പറയാൻ കഴിയില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തേത്, അള്ളാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് നോൽക്കുക. ആ നോമ്പിൽ അവസാനിച്ചാൽ ദഖലൽ ജന്ന. യാ സലാം, ഒരു സൽക്കർമ്മത്തിൽ അവസാനിക്കുക എന്നർത്ഥം. മൂന്നാമത്തേത്, ഒരു സദഖ നൽകാൻ അള്ളാഹു അവസരം നൽകി, ധർമ്മം ചെയ്യാൻ. എന്നിട്ട് ആ സദഖയിൽ ജീവിതം അവസാനിക്കപ്പെട്ടവൻ ദഖലൽ ജന്ന. ഇത് അള്ളാഹു നൽകുന്ന പാരിതോഷികമാണ്, സമ്മാനമാണ്. സമ്മാനം, വല്ലാത്ത സമ്മാനമാണത്, വല്ലാത്ത സമ്മാനമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, ഇന്ന ശൈത്താന ഖാൽ, ശൈത്താൻ ഒരിക്കൽ പറഞ്ഞു, വഇസ്സതുക യാ റബ്ബ് ലാ അബ്റഹു ഉഗ്വി ഇബാദക മാ ദാമത് അർവാഹുഹും ഫീ അജ്സാദിഹിം. റബ്ബേ, ശൈത്താന്റെ ഭാഷയെ, ശൈത്താൻ റബ്ബിൽ ഭയങ്കര വിശ്വാസ. അതുകൊണ്ട് ശൈത്താൻ പറയാ, വബിഇസ്സതിക്, നിന്റെ പ്രതാപമാണ് സത്യം റബ്ബേ, നിന്റെ അടിമകളെ ഞാൻ വഴിപഴപ്പിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ശരീരത്തിൽ അവരുടെ ആത്മാവ് ബാക്കിയാകുന്ന സമയത്തോളം വഴിപഴപ്പിക്കും. റബ്ബിന്റെ സ്നേഹം കണ്ടു. റബ്ബിന്റെ മറുപടി ശൈത്താനോട്, വഇസ്സതി വജലാലി, എന്റെ മഹത്വമാണ്, എന്റെ ഗാംഭീര്യമാണ് സത്യം. ലാ അസാലു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂനി. എടാ ശൈത്താനെ, എന്റെ അടിമകൾ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തോളം ഞാൻ അവർക്ക് പുറത്തു കൊണ്ടിരിക്കും. നമ്മൾ നിരന്തരം എന്തിനാ? ഈ ഒരു അവസരം കിട്ടാൻ. എങ്ങനെ അവസാനിക്കുന്നത്? എന്തിലാകണം? സൽക്കർമ്മത്തിലാകണം. നമ്മളൊക്കെ വിചാരിക്കേണ്ടത് നമ്മൾ തരക്കേടില്ല, അല്ലേ? വിചാരിക്കാനായിട്ടില്ല. എപ്പോഴാണ്? യുഖല്ലിബുഹ കൈഫ യശാ. ഖൽബിന്റെ അവസ്ഥ അതാണ്. അള്ളങ്ങനെ. അപ്പൊ അതുകൊണ്ട് പിടിച്ചു നിൽക്കണം. പിടിച്ചു നിൽക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അള്ളാഹുവിനോട് ചോദിക്കണം. സൂഉൽ ഖാത്തിമയെ കുറിച്ച് ഭയപ്പെടുക സഹോദരാ, ഹുസ്നുൽ ഖാത്തിമയെ ചോദിക്കുക സഹോദരാ. അള്ളാഹിനോട് ചോദിക്കണം, ഹുസ്നുൽ ഖാത്തിമ, അവസാനം നന്നാക്കണം റബ്ബേ. അവസാനം ചീത്തയെ കുറിച്ച് ഭയപ്പെടുകയും പേടിക്കുകയും വേണം. നമ്മുടെ പ്രാർത്ഥനകളിൽ അത് വേണം. അതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം, അവരാണ് ഏറ്റവും ഉന്നതർ. ഏറ്റവും ഉന്നതർ, ഏറ്റവും ഉന്നതമായ വിഭാഗം അവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകൾക്ക് തോന്നിപ്പിച്ചിങ്ങനെ കൊടുക്കും. അവസാനിക്കണത് ഇങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കും. ഉദ്ധരിക്കട്ടെ ഞാൻ റസൂലുള്ളാഹിന്റെ ചരിത്രം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അറിയാലോ സൂറത്ത്. ആ സൂറത്ത് അവതരിപ്പിച്ചപ്പോൾ റസൂലുള്ളാഹി പറയുകയാണ്, ഇബ്നു അബ്ബാസ് പറയുകയാണ്, നുഇയത് ലി റസൂലില്ലാഹി നഫ്സഹു, അല്ലാഹുവിന്റെ റസൂലിന് സ്വയം തന്നെ മരണവാർത്ത അല്ലാഹു അറിയിച്ചു കൊടുത്തു. ഇബ്നു അബ്ബാസ് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഫഅഖദ ഫീ അശദ്ദി മാ കാന ഇജ്തിഹാദൻ ഫീ അംറിൽ ആഖിറ, മരണാണ് തോന്നുകയാണ് ഇദാ ജാഅ നസ്റുല്ലാഹി വന്നപ്പോൾ. അപ്പൊ പിന്നെ റസൂലുള്ളാഹി ആഖിറത്തിന്റെ കാര്യത്തിൽ കഠിനമായി പ്രയത്നിച്ചു. അറിയില്ലേ നിങ്ങൾക്ക്? സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 ദിവസം ഇഅ്തികാഫിരിക്കും, അല്ലേ? ആ കൊല്ലോ വല്ലാത്തൊരു ഇഅ്തികാഫായിരുന്നു ആ കൊല്ലം. റസൂലുള്ളാഹിക്ക് ബോധ്യായി. സാധാരണ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ജിബ്രീൽ ഒരു പ്രാവശ്യം വന്ന് ഖുർആനൊക്കെ നോക്കും. അന്ന് 2 പ്രാവശ്യം. സാധാരണ 10 ദിവസം റസൂലുള്ളാഹി ഇരിക്കും. അവസാനത്തെ കൊല്ലം റസൂലുള്ളാഹി 20 ദിവസം ഇരുന്നു, വർദ്ധിപ്പിച്ചു. സാധാരണ ഒരു പ്രാവശ്യമാണ് ജിബ്രീൽ വന്ന് ഖുർആൻ നോക്കുക. ആ കൊല്ലം 2 പ്രാവശ്യം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, മാ അറാ ദാലിക ഇല്ലാ ലിഖ്തിറാബി അജലി,
ഇത് എൻ്റെ അജൽ അവസാനിക്കാൻ പോകുന്നു, അടുക്കാൻ പോകുന്നു എന്നതിൻ്റെ അടയാളമാണ്. റമദാൻ കഴിഞ്ഞു, ഹജ്ജായി. റസൂലുള്ള ഹജ്ജിന് പോയി ആ കൊല്ലം. അതുവരെ റസൂലുള്ള ഹജ്ജ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് ജനങ്ങളുടെ മുമ്പാകെ നിന്ന് പറഞ്ഞ വാചകം, ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. ഞാൻ ഹജ്ജ് ചെയ്തു, ഇങ്ങനെയാണ് ഹജ്ജൊക്കെ ചെയ്യേണ്ടത്, ഒരു പക്ഷേ അടുത്ത കൊല്ലം ഞാൻ ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോരുന്നു. ഹജ്ജ് കഴിഞ്ഞ് മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് റസൂലിന്റെ കൂടെ 100,000-ഓളം സഹാബികളുണ്ട് ഹജ്ജിന്. അവരെ ഒരുമിച്ച് കൂട്ടി. അവിടെ വെച്ചവൻ അദ്ദേഹം വികാരത്തോടുകൂടി സമൂഹത്തോട് പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്നമാ അന ബശർ യൂശികു അൻ യഅതിയനി റസൂലു റബ്ബി ഫൗജീബ്. അല്ലയോ ജനങ്ങളെ, ഞാനൊരു മനുഷ്യനാണ്, അള്ളാഹുവിൻ്റെ ദൂതൻ എന്നെ സമീപിക്കാൻ സമയമായിരിക്കുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതന് മറുപടി കൊടുത്തേ തീരൂ. ഇതാരാ? ഹബീബായ മുഹമ്മദ് മുസ്തഫ. തെറ്റുകൾ മുഴുവൻ പുറത്തു കൊടുക്കപ്പെട്ട, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഷഫീഉനാ വഹബീബുനാ മുഹമ്മദുൻ. നമ്മളോ? ആലോചിച്ചു. തലയൊക്കെ നരച്ചു. അടയാള. കാലിനൊക്കെ വേദന വന്ന്, പ്രയാസങ്ങൾ വന്നു, വയസ്സ് കുറെ കൂടി. പാസ്പോർട്ട് എടുത്ത് നോക്കിയാറിയാ വയസ്സ് എത്രയായി. എന്നിട്ടും നമ്മളൊന്ന് മെരുങ്ങാൻ തയ്യാറല്ല. നമ്മളിപ്പോഴും പൂർവാധികം ശക്തിയോടുകൂടി അള്ളാന്റെ നേർക്ക പിൻവാങ്ങണം. സഹോദരന്മാരെ, മടങ്ങണം. നമുക്ക് മടങ്ങാനാവണം. പടച്ച റബ്ബ് നമ്മുടെ തലയിൽ ഉള്ള മുടികൾക്ക് നരബാധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തൊലികൾക്ക് ചുക്കിച്ചുളിഞ്ഞ അവസ്ഥ വരുത്തിയിട്ടുണ്ടെങ്കിൽ, കാലുകൾക്കും കൈകാലുകൾക്കും വേദന വന്നിട്ടുണ്ടെങ്കിൽ, മനസ്സിന് ക്ഷീണം വന്നിട്ടുണ്ടെങ്കിൽ, ഓർമ്മശക്തിക്ക് കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ അറിയുക, റബ്ബ് നമുക്ക് നൽകുന്ന സന്തോഷമാണത്. എന്തിനാ സന്തോഷം? പോകാൻ സമയമായിട്ടുണ്ട്, ഒന്ന് ഒരുങ്ങിക്കോ. അതുകൊണ്ട് സഹോദര, തൗബ ചെയ്യുക, പശ്ചാത്തപിക്കുക, ഒരുങ്ങുക. 3 വിഭാഗത്തെ നാം പരിചയപ്പെടുത്തി. 3-ാമത്തേലാണ് നമ്മൾ പെടേണ്ടത്, ആഗ്രഹിക്കേണ്ടത്. 2-ാമത്തേലെങ്കിലും എത്തണം. 1-ാമത്തേലേക്ക് ഏതായാലും പോകരുത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂർ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. ചില തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മനസ്സ് നന്നാക്കി അള്ളാഹുവിലേക്ക് അടുക്കുന്നവരാകാൻ, അങ്ങനെ ഒരവസ്ഥയിലെത്താൻ ചില കാര്യങ്ങൾ ഞാൻ എണ്ണിപ്പറയട്ടെ. അവ ജീവിതത്തിൽ ഉള്ളവരാകാൻ ശ്രദ്ധിക്കുക. 1, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ സൂക്ഷിക്കുകയും അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുക. വിശദീകരിക്കാൻ സമയമല്ല, നിങ്ങൾ മനസ്സിലാക്കുക. 2, എല്ലാ സമയത്തും അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടവനാണെന്ന ബോധവും ഓർമ്മയും നമ്മുടെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുക. മറന്നു പോകാതിരിക്കുക. പഠിച്ചവൻ്റെ അടുത്തേക്ക് പോകേണ്ടതാണ്. അതങ്ങനെ ഓരോന്ന് കാണിച്ചു തരുന്നുണ്ട് നമുക്ക് എല്ലാ ദിവസവും കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ഓർമ്മ ഇങ്ങോട്ട് വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ, ഭൗതികമായ ജീവിതത്തിൻ്റെ സുഖങ്ങളിലുള്ള ആസ്വാദനത്തിൽ നമ്മളെ മറന്നുപോയി. അതുകൊണ്ടാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. 3-ാമത്തേത്, പുറംഭാഗം നല്ല വൃത്തിയും ഭംഗിയും ഉള്ളവനാകാൻ ആഗ്രഹിക്കുന്നത് പോലെ ഉൾഭാഗവും വൃത്തിയും ഭംഗിയും ഉള്ളവനാകാൻ ആഗ്രഹിക്കുക. വൃത്തി നമ്മൾ നല്ല പൗഡറും പെയിൻറ്റും കോസ്മെറ്റിക്സും ഒക്കെ ആയിട്ട് ഭയങ്കര ഗംഭീരമാണ്. ഉള്ളിൽ നന്നാകണം. നമ്മുടെ വിശ്വാസം ശുദ്ധമാകണം. ശിർക്ക് തീരെ വരരുത്. ബിദ്അത്ത് ജീവിതത്തിൽ വരരുത്. സുന്നത്തിനെ ആഗ്രഹിക്കണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് നല്ല ഗുണങ്ങൾ അതൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ മനസ്സ് നല്ലതാകണം. പുറംഭാഗം ഇങ്ങനെ നന്നായിട്ട് വലിയ കാര്യമൊന്നുമില്ല. മനസ്സ് നന്നാക്കണം. 4, ചീത്ത വാക്കുകളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന് പറ്റേ അകലുക. പ്രത്യേകിച്ച് ഏഷണിയും പരദൂഷണവും വല്ലാത്ത അബദ്ധമാണ്. അതിങ്ങനെ പെരുകി നമ്മൾ നാശാകുകയാണ്. നമുക്ക് തൗബക്ക് ചാൻസ് കിട്ടൂല. കാരണം അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ പറയും, പക്ഷേ ഇങ്ങോട്ട് തിരിഞ്ഞാലോ മറ്റവനെക്കുറിച്ച് ഇവനെക്കുറിച്ച്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. 5, മറ്റുള്ളവരുടെ ന്യൂനതകളെ
നോക്കിക്കാണുന്നതിന് പകരം എൻ്റെ ന്യൂനതകളെ നന്നാക്കാൻ ഞാൻ ശ്രമിക്കുക. ഓർക്കൊക്കെ കുഴപ്പമുണ്ടാവും, പക്ഷെ എൻ്റെ കുഴപ്പമോ അതാരാ കാണുക? കണ്ടാ പോരാ, നന്നാക്കാൻ ശ്രമിക്കണം. അവിടെ നിന്നോട്ടെ, അവരിതൊക്കെ അവിടെ നിന്നോട്ടെ. എൻ്റെ കൂട്ടരെ, നമ്മളല്ലേ നമ്മളെ കബർക്ക് പോകുക? ആരുണ്ടാവോ? നമ്മൾ മാത്രം. അള്ളാൻ്റെ മുമ്പിൽ ഹിസാബ് നടത്തുമ്പോൾ മൂപ്പര് വന്ന് നിൽക്കുമോ? അള്ളാഹ് ചോദിക്കുമോ? അതാ ഇവൻ്റെ ഇല്ല, നമ്മളിതാ ചോദിക്കുക. അപ്പോൾ സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ ന്യൂനതകൾ കാണാൻ ശ്രദ്ധിക്കുക. 6, 2 സമയത്ത് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക. 1 സുഹൂറിൻ്റെ സമയം, അത്താഴ സമയം. 2 ഫജ്റിൻ്റെ ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം. അത് നമ്മൾ ദായിമാക്കുക. എപ്പോഴും അവിടെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. വളരെ പ്രധാനമാണ്. 7 എന്ത് തെറ്റ് ചെയ്താലും നിസ്സാരമാണോ സാരാണോ നോക്കാതെ തെറ്റാണെന്ന് തോന്നിയാൽ ഉടനെ അള്ളാഹുവിലേക്ക് മടങ്ങുക. അല്ലാത്ത ഒരു മനസ്സ് നമ്മൾ അവസാനിപ്പിക്കും. അതാണ് അനീബു ഇല റബ്ബിക്കും എന്നൊക്കെ പറഞ്ഞു. ചെറുതാണായിക്കോട്ടെ, ചെറുതായിക്കോട്ടെ, നിസ്സാരായിക്കോട്ടെ, ചെറുത് കൂടിയാണ് എന്താകുക? വലുതാകുക. കുറേ ചെറിയ കല്ല് കൂടിയാണ് വലിയ മല ഉണ്ടായത്. അപ്പം ചാൻസ് കൊടുക്കരുത്. ശരിക്ക് അതിനവസരം, ചെറുതാണെങ്കിൽ ഉടനെ മാറാൻ ശ്രമിക്കുക. 8 അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയമുള്ളവനാകാൻ ആഗ്രഹിക്കുക, കൊതിക്കുക. എന്നുവെച്ചാൽ അള്ളാഹിൻ്റെ മുമ്പിൽ വിനയാനിതനായാൽ അള്ളാഹ് ഉയർത്തും. നമ്മൾ സ്വന്തം പൊന്തണ്ടാരും, അള്ളാഹ് പൊന്തിച്ചോളും. അള്ളാഹ് പൊന്തിച്ചാലാണ് യഥാർത്ഥ പൊന്തൽ, ഉയർത്തൽ. ശരിയല്ലേ? അപ്പം അള്ളാഹിൻ്റെ മുമ്പിൽ വിനയം ഉണ്ടായാൽ അള്ളാഹു എന്ത് ചെയ്യും? ഉയർത്തും. 9 നമ്മുടെ ജീവിതത്തിൽ ദാറുസ്സലാം, സ്വർഗം, അത് നമ്മളിങ്ങനെ മനസ്സിൽ കാണാം. ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള മാർഗം അള്ളാഹുവിൻ്റെ കിതാബും മഹാനായ നബി തിരുമേനിയുടെ സുന്നത്തും മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കിതാബും തിരുമേനിയുടെ സുന്നത്തും ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പകർത്തും എന്ന ഒരു പ്രതീക്ഷ. അത് രണ്ടും ഉണ്ടായാൽ നമുക്ക് എവിടെ എത്താം? സ്വർഗത്തിലെത്താം. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. 10 നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മുടെ എല്ലാവിധ കഴിവും ഉപയോഗിച്ച് അള്ളാഹുവിൻ്റെ ദീനിനെ നാം സഹായിക്കാൻ ഒരുങ്ങുക. അള്ളാഹിൻ്റെ ദീനിനെ സഹായിച്ചാലേ അള്ളാഹ് നമ്മളെന്താക്കുള്ളൂ? സഹായിക്കുള്ളൂ. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാം. ഇപ്പം നമ്മളവസ്ഥ എന്താ? നമുക്ക് ഒരുപാട് കഴിവുണ്ട്, സ്വാധീനമുണ്ട്, പലതരത്തിലുള്ള. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ചോദ്യം ചെയ്യുന്ന സമയത്ത്, എടോ എൻ്റെ ദീനിന് വേണ്ടി നീ എന്ത് ചെയ്തു, നിൻ്റെ ഈ കഴിവ് ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ പറയാൻ നമ്മുടെ അടുത്ത് വല്ലതും ഉണ്ടോ? പറ്റൂലല്ലോ, പറ്റൂല. ഒരു വാക്കെങ്കിലും, ഒരു വാക്ക്, എന്തെങ്കിലും ഒരു പ്രവർത്തനം നമ്മളെ കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിന് നമുക്ക് ചെയ്യാൻ കഴിയണം. ആ കൂട്ടത്തിൽ പഠനം അള്ളാഹു അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. 11 അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ ഉള്ള ചോദ്യം വർദ്ധിപ്പിക്കുക. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 12 മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന കാര്യത്തിൽ, അവരനുസരിക്കുന്ന കാര്യത്തിൽ, അവരോട് സ്നേഹം കാണിക്കുന്ന കാര്യത്തിൽ, അവരോട് കാരുണ്യം കാണിക്കുന്ന കാര്യത്തിൽ ഒട്ടും കുറവ് വരുത്താതിരിക്കുക. അവസാനമായി പറയാനുള്ളത് 12ാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പഠിപ്പിക്കപ്പെടുന്ന, ഈമാനുണ്ടാക്കുന്ന വിജ്ഞാനം, അതുണ്ടാക്കുന്ന സദസ്സുകൾ, അവ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. പിശാച് പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. ഒരു ഖുർആൻ ക്ലാസ് കേൾക്കാൻ, ഒരു ഈമാനുണ്ടാക്കുന്ന, തൗഹീദ് ഉണ്ടാക്കുന്ന ഒരു ഉപദേശം കേൾക്കാൻ ഒരവസരം പിശാച് വെറുതെ നഷ്ടപ്പെടുത്തും. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. എത്ര അതിന് അവസരം കിട്ടുമോ അത്രയും അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഈ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ശീലിച്ചാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം പറഞ്ഞ വിഭാഗം ഉണ്ടല്ലോ, അതിൽ നമ്മളെ ഉൾപ്പെടുത്തും. നമുക്ക് അള്ളാഹു തോന്നിപ്പിക്കും, ഇതാ അവസാനിക്കുകയാണ്. നന്മ ചെയ്യാനും നല്ല രൂപത്തിൽ അവസാനിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുക, പ്രതീക്ഷിക്കുക, പ്രവർത്തിക്കുക. മറ്റെല്ലാ ചിന്തകളും അവസാനിപ്പിക്കുക. നമുക്ക് ആരോടും വെറുപ്പ് വേണ്ട, വിദ്വേഷം വേണ്ട. നമുക്ക് നമ്മളെ കാര്യം, എൻ്റെ കാര്യം, എൻ്റെ ഖബർ, എൻ്റെ ഹിസാബ്, എൻ്റെ സ്വർഗം, എൻ്റെ സിറാത്ത്, അതൊക്കെ രക്ഷപ്പെട്ട് കിട്ടിയാൽ അൽഹംദുലില്ലാ. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു സഹോദരൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് സുഖമായി നടത്തി കൊടുക്കുകയും രോഗത്തിന് ആശ്വാസവും സമാധാനവും നൽകുകയും ചെയ്യുമാറാകട്ടെ. ഒരുപാട് രോഗികൾ, എണ്ണിയാൽ ഒതുങ്ങാത്ത അത്രയും ആളുകൾ, രോഗികൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്,
വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എണ്ണി നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹു എല്ലാവർക്കും ശമനവും ശിഫയും സുഖവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ നമ്മിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു പോയി. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. يا مقلب القلوب ثبت قلوبنا على دينك. يا مقلب القلوب ثبت قلوبنا على دينك. يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين.